അങ്ങനെ ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു. ഇത്തവണ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന സാധനം വാങ്ങിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ട്രെൻഡൊക്കെ മാറി ഇപ്പോൾ സായ് ലബാൻ ബി ലബാൻ വരെ എത്തി നിൽക്കുക. പക്ഷേ നമുക്ക് ദുബായ് വരെ പോയി വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊച്ചി വരെ പോയത് വാങ്ങി വരാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കറ്റാനത്ത് നിന്ന് 150 കിലോമീറ്ററത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലെ സായ് ലബാനിലെത്തി. എന്തോരോ സാധനങ്ങളോട് കൂടെ എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ബഡ്ജറ്റ് അതിനെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്തത് പിസ്താഷ്യോ ലോട്ടസ് എന്തോ സംഭവമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതും വാങ്ങി ആനവണ്ടി കയറി യാത്ര തുടങ്ങി. ഇതിന് കഴിച്ചിട്ട് വരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഞാനിത് ഈ റിസ്ക് എടുത്ത് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നത് എന്താണെന്നറിയോ? ഞാൻ ഈ ഐഡിയ പറയുന്നു, ഒരേ വയറ്റിൽ തന്നെ ജനിച്ചു എന്നുള്ള പേരിൽ എൻ്റെ എല്ലാ സാധനത്തിലും ഡിഫോൾട്ടായിട്ട് ഷെയർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ. ഞാൻ മരിക്കാൻ കിടന്നാൽ പോലും ഫോൺ വിളിച്ചാൽ എടുക്കാത്തവൻ എന്നെ 3 തവണ വിളിച്ച് എവിടായെന്ന് ചോദിക്കുന്നു, ഞാൻ വിളിക്കാൻ വരാമെന്ന് പറയുന്നു. സായ് ലബാൻ്റെ ഒരു പവറേ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊതിയൊക്കെ അടക്കി പിടിച്ച് ഒരു 15 മിനിറ്റ് വീണ്ടും സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ഇതാ ഫൈനലി ടേസ്റ്റിംഗ് ടൈമായി. ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് ഈ ബിസ്ക്കറ്റ് മാത്രമായിട്ട് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് സാധാ ഒരു ബിസ്ക്കറ്റിനേക്കാൾ എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. ഇനിയാണ് മോനെ മെയിൻ ഐറ്റം. ഇതിൻ്റെ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ ഞാൻ അവിടെ വരെ പോയത് വെറുതെ ആയില്ല എന്നുള്ളൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക്. വെറുതെ അല്ല കേട്ടോ, ഈ ഹൈപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ച് അവസാനം അത് തീർത്തു. അപ്പോൾ ശുക്രിയ.